ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് പൊട്ടറ്റോ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അധികം ചേരുവകളൊന്നും വേണ്ട, വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഇപ്പം ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോലൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടറ്റോയുടെ ജ്യൂസൊക്കെ വരും കേട്ടോ ഇതിൽ. അപ്പോൾ ഇതേപടി ഓംലെറ്റ് ഉണ്ടാക്കിയാൽ കുറച്ച് രുചി വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോയുടെ ജ്യൂസൊക്കെ പോവും. ഇതിൽ അധികമുള്ള സ്റ്റാർച്ച് കണ്ടൻറ്റൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഐസ് വാട്ടർ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഐസ് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഐസൊക്കെ അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളം കളയുക. പിഴിഞ്ഞെടുക്കണ്ട, ജ്യൂസൊന്നും പോകണ്ട. ഇനി ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ലാസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ പൊട്ടറ്റോയും നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ദാ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്കും ഉരുളക്കിഴങ്ങിനും ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റോളം എടുക്കും കേട്ടോ വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ വെന്ത് കാണും. വെന്ത് ഉടഞ്ഞു പോകരുത്. ഏകദേശം 3/4 വേവൊക്കെ ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരണം. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സൈസ് മുട്ടയാണ് കേട്ടോ. ഇതിലോട്ട് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചതച്ച മുളക്. ഞാനിവിടെ മോളും കൂടെ ഉള്ളതുകൊണ്ടാണ് എരിവ് കുറച്ച് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചതച്ച മുളക് ചേർക്കാം കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുറച്ച് ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നേരത്തെ നമ്മൾ പൊട്ടറ്റോയ്ക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് കട്ട പിടിച്ച് കിടക്കാതെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് സാധാരണ ഓംലെറ്റ് തയ്യാറാക്കുന്ന പോലെ പാനിൽ ഒഴിച്ചിട്ടും തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ തയ്യാറാക്കി എടുത്താൽ കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. ഇത് എണ്ണ കൂടുതലൊന്നുമല്ല, ഇത്ര എണ്ണ ഒഴിച്ചാലേ നമുക്ക് വേഗം ഓംലെറ്റ് ഇളകി വരുള്ളൂ. ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. തീ സിമ്മിലോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ താഴ്ഭാഗം വേഗം കരിഞ്ഞു പോവും. ആകൊന്നും വെന്തും കിട്ടില്ല. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. താഴ്ഭാഗം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അടപ്പിലോട്ടൊന്ന് ചരിച്ച് മാറ്റി കൊടുക്കാം. എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇളകി വരും. അതിനുശേഷം ഇതുപോലെ ഒന്ന് കമത്തിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം. പക്ഷേ നേരത്തെ അത്രയും സമയം എടുക്കില്ല. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നേരത്തെ വെച്ചതിൻ്റെ പകുതി സമയമൊക്കെ മതിയാവും കേട്ടോ.
അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ സാധാരണ പോലെ പാനിൽ തയ്യാറാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പാനിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് പരത്തി എടുക്കരുത്, എന്നാൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും ഇത് സ്കൂളിലൊക്കെ കൊടുത്തു വിടാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് സോസുമായിട്ടും ഒക്കെ കൊടുക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ്, നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.